മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മൾ ഡിസംബർ 30 നടക്കുന്ന NMMS എക്സാമില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. നമ്മളെ ക്രിസ്മസ് എക്സാമിന്റെ ഇടയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇതും പഠിക്കണം. അപ്പൊ ഇതേപോലുള്ള കോണ്ടന്റ് വീഡിയോകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളൊക്കെ മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന എക്സാം നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും, കിടുവാക്കാം, സെറ്റ് ആക്കാം. മാക്സിമം എന്ത് ചെയ്യുന്നു, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഒരു ചോദ്യം ശരിക്കും വായിക്കും. എപ്പോഴും പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ഇവിടെ ഇംഗ്ലീഷ് മീഡിയവും അതേപോലെ തന്നെ മലയാളം മീഡിയം സെറ്റാണ്. അപ്പൊ വായിച്ചോളൂ. എന്താണ്? ഒരു കോൺകേവ് ദർപ്പണത്തിൽ നിന്നും 20 സെന്റിമീറ്റർ അകലെയുള്ള ഒരു വസ്തുവിന്റെ തുല്യ വലുപ്പമുള്ള പ്രതിബിംബം ലഭിച്ചാൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം. പടച്ചോൻ, ഇജാതി ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഞെട്ടാൻ പോകാൻ പാടില്ല, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പേടിക്കാൻ പാടില്ല. എന്താണ് ചോദ്യം? വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 20 സെന്റിമീറ്റർ എവേ ഫ്രം ദ കോൺകേവ് മിറർ. കണ്ടില്ലേ, കോൺകേവ് മിററിൽ നിന്ന് 20 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചപ്പോൾ ഇമേജ് ഹാവിംഗ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഫോംഡ്. ഫോക്കൽ ലെങ്ത് എന്താണ്? ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ ആണോ, 10 സെന്റിമീറ്റർ ആണോ, 18 സെന്റിമീറ്റർ ആണോ, 15 സെന്റിമീറ്റർ ആണോ? ഒരു കോൺകേവ് മിററിൽ നിന്നും 20 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചപ്പോൾ എന്ത് ചെയ്തു? അതേ വലുപ്പത്തിലുള്ള പ്രതിബിംബം. അതാണ് അതിന്റെ ക്ലൂ എന്ന് പറയുന്നത്. അപ്പൊ 20 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ അതേ വലുപ്പത്തിലുള്ള പ്രതിബിംബം കിട്ടണമെങ്കിൽ അതും 20 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്റർ പകുതി ആയിരിക്കും, അത് 10 ആണ്. അപ്പൊ 10 സെന്റിമീറ്റർ. അപ്പൊ ആൻസർ ഒറ്റയടിക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇങ്ങനെ പറയുമ്പോൾ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഇതാണ് ഒരു കോൺകേവ് മിറർ. ഈ കോൺകേവ് മിററിൽ നിന്ന് 20 സെന്റിമീറ്റർ അകലെ, ഇതാണ് 20 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചു. അപ്പൊ അതേ വലുപ്പത്തിലുള്ള ഒരു പ്രതിബിംബം എന്ത് ചെയ്തു? അതേ വലുപ്പത്തിലുള്ള ഒരു പ്രതിബിംബം ലഭിച്ചു എന്ന് പറഞ്ഞാൽ സിയിലാണ് ഒരു ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് കിട്ടുന്നതും സിയിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഈ പിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ റേഡിയസ് എന്നാണ് പറയാ. അതിന്റെ പകുതിയാണ് എന്ത്? ഫോക്കസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് R ഈസ് ഈക്വൽ ടു 2F എന്നൊക്കെ പറയും അല്ലെ. R ഈസ് ഈക്വൽ ടു 2F. അതായത് ഇതൊരു F ആണ്, ഇതൊരു F ആണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാം. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ നേർ പകുതി ആയിരിക്കും എന്ത്? F എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? അങ്ങനെയെങ്കിൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? 10 സെന്റിമീറ്റർ. അപ്പൊ നോക്കുക, ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. അതിനാണ് ഞാൻ ഇവിടെ ഒരു ചിത്രമൊക്കെ കൊടുത്തപ്പോൾ അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. 1-2 പ്രാവശ്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ രണ്ടാമത്തെ ചോദ്യം വീണ്ടും അതിന് അതേപോലത്തെ ബേസ് ചെയ്തൊരു ചോദ്യമാണ്. ശ്രദ്ധിച്ചാൽ മാത്രമേ ആൻസർ കിട്ടൂ. എന്താണ്? പതനരശ്മിയുമായി 60 ഡിഗ്രി കോൺ ഉണ്ടാക്കിയാൽ പതനക്കോൺ എത്ര? ചോദ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രതിപതനരശ്മി എന്ന് പറഞ്ഞാല് ഇതാണ്. ഇത് ഇൻസിഡന്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ. ഇത് തമ്മിലുള്ള കോണളവ് എത്രയാണ്? 60 ഡിഗ്രി എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പതനക്കോൺ എത്രയായിരിക്കും? ഇതിന്റെ സെന്റർ എടുത്താൽ മതി. ഇവിടെ 30 എന്ന് കിട്ടി. ആൻസർ ഒറ്റയടിക്ക് കിട്ടി. പക്ഷെ എങ്ങനെ നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എന്താണ്? ഇഫ് ദ റിഫ്ലക്റ്റഡ് റേ മേക്ക് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ഇൻസിഡന്റ് റേ. റിഫ്ലക്റ്റഡ് റേ ഇൻസിഡന്റ് റേയുമായിട്ട് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. അപ്പൊ ഞാനൊരു ചിത്രം കൊടുക്കാം. ഇതിനെയാണ് നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഇതാണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള കോണളവാണ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പതനക്കോൺ എത്ര? ഇതാണ് പതനക്കോൺ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും. അപ്പോ ഇത് ടോട്ടല് 60 ഉണ്ടെങ്കിൽ ഇതെത്ര വരും? 30. ഇതെത്ര വരും? 30. അപ്പൊ നമുക്ക് 30 ഇവിടെ ആൻസർ ഉണ്ടോ? ഇതാ ശരി, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു കിഡിലോസ്കി ചോദ്യമല്ല വന്നത്. നിങ്ങൾ തന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ആൻസർ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തൊരു ചോദ്യത്തിൽ നമുക്ക് പ്രകാശരശ്മി വന്നിട്ട് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പ്രകാശരശ്മികൾ ഏതിലൂടെ കടന്നു വരുന്നതാണ്? അപ്പൊ ഇവിടെ കോൺവെക്സ് ലെൻസ് ആണോ, ഇനി അതല്ലെങ്കിൽ കോൺകേവ് ലെൻസ് ആണോ എന്നുള്ളത് കണ്ടെത്തണം. അവിടെ നമുക്ക് സമതല ദർപ്പണം തന്നിട്ടുണ്ട്, കോൺകേവ് തന്നിട്ടുണ്ട്, കോൺവെക്സ് ഇവയൊന്നുമല്ല. അപ്പൊ എന്താണ്? അപ്പൊ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചിത്രം കാണിച്ചുതരാം. ഒരു കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഇവിടുന്ന് ലൈറ്റ് വന്നാൽ ഇങ്ങനെ ഡൈവേർജ് ഫ്രം എ പോയിന്റിൽ നിന്ന് അകന്നു പോവുക ചെയ്യാം. കോൺവെക്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? കൺവേർജ് ടു എ പോയിന്റ്, ഒരു പോയിന്റിലേക്ക് കറക്റ്റ് കൂടിച്ചേരുന്നു. അപ്പൊ ഈ ചിത്രത്തിൽ കൂടിച്ചേരുന്നതാണോ? അല്ല. അതുകൊണ്ട് കോൺവെക്സ് ആണോ? അല്ല. ഇവിടെ ഏതാവും വരിക? കോൺകേവ് ആണ് വരിക. ഏതാ വരിക?
കോൺകേവ്. അതുകൊണ്ട് കോൺകേവ് ലെൻസ്. ഐഡിയ ക്ലിയർ ആണല്ലോ അല്ലെ മക്കളെ? ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ല. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്തൊരു കിഡിലോസ്കി ചോദ്യത്തിലേക്ക് കിടക്കാം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിററിന്റെ പ്രത്യേകത അല്ലാത്തതാണ് ചോദിച്ചത്. അതല്ലേ, വിച്ച് ഈസ് നോട്ട് ഫീച്ചർ അതല്ലേ, നോട്ട് എ ഫീച്ചർ ഓഫ് എ റിയർ വ്യൂ മിറർ യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് അല്ലെ. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിററിൽ അതിന്റെ ഫീച്ചേഴ്സ് അല്ലാത്തതാണ് ചോദിച്ചത്. സ്മോൾ ഇമേജ് ഈസ് ഒബ്റ്റൈൻഡ്. ഒരു റിയർ വ്യൂ മിററിൽ, അതായത് റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോൺവെക്സ് മിറർ ആണെന്ന് ഓർത്തിരിക്കാം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ എപ്പോഴേതാണ്? കോൺവെക്സ് മിറർ ആണ്. അവിടെ എപ്പോഴും ചെറിയ ഇമേജേ കിട്ടുള്ളൂ. അത് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, അതായത് നിവർന്ന ഇമേജ് ആയിരിക്കും. അതോടൊപ്പം തന്നെ അത് വെർച്വൽ ആയിരിക്കും. എന്തായിരിക്കും? വെർച്വൽ ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു കുട്ടിക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ പ്രതിബിംബമായിരിക്കും ലഭിക്കുക, ശരിയാണ്. വലിയ പ്രതിബിംബം ലഭിക്കുന്നു, അത് തെറ്റാണ്, പൊട്ടത്തെറ്റ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. കാരണം ഒബ്റ്റെയിൻ ലാർജ് ഇമേജ്, ഫസ്റ്റ് പോയിന്റ് ശരിയാണ്. ലാർജ് ഫീൽഡ് വ്യൂ കണ്ടല്ലോ, കൂടുതൽ വിസ്തൃതി ലഭിക്കുന്നു. അതായത് നമ്മളിങ്ങനെ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ആ ഗ്ലാസ് കൂടെ നോക്കുമ്പോൾ ബാക്കത്തെ ഒരുപാട് സ്ഥലം നമുക്ക് കാണാൻ പറ്റുന്നു. അതാണ് ലാർജ് ഫീൽഡ് വ്യൂ. അപ്പൊ അത് ശരിയാണ്. ഹെൽപ് ടു സീ മോർ സ്പേസ് ക്ലോസർ ദാൻ, കൂടുതൽ സ്ഥലം അടുത്തു കാണാൻ സഹായിക്കുന്നു. അപ്പൊ അതൊക്കെ ശരിയാണ്. ഇതിലല്ലാത്തത് ഏതാണ്? വലിയ പ്രതിബിംബം ലഭിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ചിത്രം കാണിച്ചുതരാം. ഒരു കോൺവെക്സ് മിറർ ആണ് എപ്പോഴും നമ്മൾ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുക. അവിടെ ഒരാളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ ഇമേജ് എപ്പോഴും നോക്കിയാൽ കുഞ്ഞിതായിട്ട് ചെറിയ ഇമേജേ ഫോം ചെയ്യുള്ളൂ. ഇതിലെപ്പോഴും ഈ ഒരു ഒബ്ജക്റ്റ് എവിടെയാണെങ്കിലും ഇമേജ് എപ്പോഴും ബിറ്റ്വീൻ പി ആൻഡ് എഫ്. അപ്പൊ ഒരു കോൺവെക്സ് മിററിൽ ഇമേജ് എവിടെ ഫോം ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയാ? ബിറ്റ്വീൻ പി ആൻഡ് എഫ്. പിക്കും എഫിനും ഇടയിലാണ്. അത് എപ്പോഴും ചെറുതായിരിക്കും, നിവർന്നതായിരിക്കും, വെർച്വൽ മിഥ്യയായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പഠിക്കാം. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടുതരാം. ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ നോക്കുക, അങ്ങനത്തെ ഒരു ചോദ്യവും നിങ്ങൾക്ക് സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമമാണ് ലെൻസിന്റെ ഡാഷ്. അതായത് ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ച ആളുകൾക്ക് സിമ്പിൾ ആണ്. P = 1/f എന്നാണ്. അതായത് ലെൻസിന്റെ പവർ എന്നൊക്കെ പറഞ്ഞാല് P എന്നാണ്. ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാല് ഫോക്കൽ ലെങ്ത്തിന്റെ വിൽക്രമം റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഉള്ളത് റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് ഈസ് കാൾഡ് പവർ എന്നാണ് പറയുക. എന്താ പറയുക? പവർ. അപ്പൊ ആൻസർ പവർ. അതായത് P = 1/f. ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ, ഡി എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുക. ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. കുറെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു, കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. അങ്ങനെ പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, സിമ്പിൾ ആക്കുന്നു. അപ്പൊ ഇത് കുറച്ചൊരു കിഡിലോസ്കി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോ ഇതുവരെ ചെയ്തത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, കേട്ടിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ഒരു ചോദ്യം നമുക്ക്, ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് അല്ലെ. ഹ്രസ്വദൃഷ്ടി പറഞ്ഞാൽ മയോപ്പിയ. ചിലപ്പോ മയോപ്പിയ എന്ന് വരും, ചിലപ്പോ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ എന്താ ഷോർട്ട് സൈറ്റ് എന്നൊക്കെ കൊടുക്കും, ചിലപ്പോൾ നിയർ സൈറ്റഡ്നെസ് എന്ന് കൊടുക്കും. അപ്പൊ പല തരത്തിലുള്ള പേരുകൾ വരാം, തെറ്റിക്കാൻ പാടില്ല. അപ്പൊ ഒരു കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞാൽ അത് കോൺകേവ് ലെൻസ് ആണെന്ന് ഓർത്തേക്ക്. ഏതാണ് കോൺകേവ് ലെൻസ്? അങ്ങനെ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞാൽ അത് കോൺവെക്സ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾ ABCDEFGX എന്നൊക്കെ അങ്ങനെ എഴുതിയെന്ന് വിചാരിക്കുക. ഞാൻ വെറുതെ ഒരു ഐഡിയ അറിയാം കേട്ടോ. സി എന്നൊക്കെ പറഞ്ഞാൽ അടുത്തല്ലേ വരുന്നത്, അതുകൊണ്ട് ഇത് ഷോർട്ട് സൈറ്റ് മയോപ്പിയ പരിഹരിക്കാനാണ്. ABCD എഴുതുമ്പോൾ X ഒക്കെ വളരെ ദൂരത്തല്ലേ വരുന്നത്, അതുകൊണ്ട് ലോങ് സൈറ്റ് പരിഹരിക്കാൻ ഏതാണ്? എക്സ്, കോൺവെക്സ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇതിനെ ബേസ് ആയിട്ട് ഞാൻ ഒരു 3 ചിത്രം കാണിച്ചു തരാം. എപ്പോഴും നമ്മളെ കണ്ണിനകത്ത് ഇമേജ് ഫോം ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്ന റെറ്റിനയിലാണ്. അപ്പൊ കറക്റ്റ് കണ്ണിനകത്തുള്ള ലെൻസ് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ്. നമ്മളെ കണ്ണിനകത്തൊക്കെയുള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്യുക, അതാണ് ക്ലിയർ വിഷൻ. അതിനെ നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്ന ആ ഒരു വിഷൻ എന്നൊക്കെ പറയുന്നത്. ഇനി ഈ റെറ്റിനയുടെ പിന്നിൽ ഇമേജ് ഫോം ചെയ്താലും റെറ്റിനയുടെ ഉള്ളിൽ ഇമേജ് ഫോം ചെയ്താലും നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. ഇതാണ് നമ്മൾ ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും പറയുന്നത്.
ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദൂരത്താണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം കണ്ടാൽ അത് ലോങ് സൈറ്റ് എന്ന് ഓർത്തേക്കുക. അടുത്ത് ലെൻസിന്റെ തൊട്ടടുത്താണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇത് ഷോർട്ട് സൈറ്റ് ആണെന്ന് ഓർത്തേക്കുക. ഹ്രസ്വദൃഷ്ടി അങ്ങനെ ഇപ്പൊ തൽക്കാലം ഓർത്തേക്കുക. ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാണ്? ബിറ്റ്വീൻ ലെൻസ് ആൻഡ് റെറ്റിന. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. ബിറ്റ്വീൻ ലെൻസ് ആൻഡ് റെറ്റിന, റെറ്റിനയ്ക്കും ലെൻസിന്റെ ഇടയിൽ ഇമേജ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് ഏത് സൈറ്റ് ആണ് ചോദിക്കും. അപ്പൊ അത് ഷോർട്ട് സൈറ്റ് ആണ്, മയോപ്പിയാണ്, നിയർ സൈറ്റഡ്നെസ് എന്ന് ഓർത്തേക്കുക. ഇനി ബിഹൈൻഡ് ദ റെറ്റിന, റെറ്റിനയുടെ പിന്നിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ഏത് അപാകത, ഏത് ഡിഫക്റ്റ് ആണ് ചോദിച്ചാൽ അത് ലോങ് സൈറ്റ് ആണ്, അല്ലെങ്കിൽ ഫാർ സൈറ്റഡ്നെസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള പേരുകളൊക്കെ എന്ത് ചെയ്യണം, ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് വരാനിരിക്കുന്ന NMMS എക്സാം എന്ത് നമുക്ക് അടിപൊളിയാക്കണം. വരാനിരിക്കുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ കാണണം, ചെറിയ ചെറിയ കോണ്ടന്റ് വീഡിയോകളൊക്കെ കാണണം, ഷോർട്ട് വീഡിയോകളൊക്കെ കാണണം. പിന്നെ NMMS എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കുന്ന അതേ കണ്ടന്റ് തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്മസ് എക്സാം നിങ്ങൾ അടിപൊളിയായി പഠിച്ചാൽ NMMS എക്സാമും നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആക്കാം. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുക. GBU, ഗോഡ് ബ്ലസ് യു. ഒരു ബ്ലൂ ഹാർട്ട്. ഓക്കെ.